ഈ കറിവേപ്പിലയൊക്കെ നിസ്സാരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ. 2 തക്കാളിയും കൂടി എടുത്ത് വെച്ചോ. അപ്പോഴേ കറിവേപ്പില നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു പാനിലോട്ടിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കണം. അതുകൊണ്ട് ഞെക്കി നോക്കുമ്പോൾ ഇതുപോലൊന്ന് പൊടിഞ്ഞ് കിട്ടണം. ഈ ഒരു പരുവമാകുമ്പോഴേക്കും മാറ്റി വെക്കാം. ഇനി ഒരു മിക്സർ ജാർ എടുത്ത് 1 ടേബിൾ സ്പൂണോളം കുരുമുളകും ചെറിയ ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളി അലിയും ഈ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ കറിവേപ്പിലയും 2 തക്കാളിയും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ച് മുളകും ചേർത്തിട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇനി അടുത്ത കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂണൊക്കെ സാമ്പാർ പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. ഒരൊറ്റ തിളച്ചാൽ മതിയാവും. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില രസമാണ് കേട്ടോ. ഈ ഒരു ഐറ്റം നിങ്ങൾ ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ ഈ കറിവേപ്പിലയൊക്കെ നിസ്സാരമായിട്ട് കളയിലിടോ. ഇതെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഈ ഐറ്റം ഒക്കെ ഉണ്ടാക്കി നോക്കും. അപ്പൊ എങ്ങനെ ഉണ്ടാക്കി നോക്കുമല്ലേ?